കണ്ണ് നന്നായിട്ട് വിടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഓണേഴ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വലുത് വേണമെന്ന് പറഞ്ഞിട്ട് അത്രയും വലുതല്ല, ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെ മേക്കപ്പ് അങ്ങനെ കാണാൻ. വളരെ ലൈറ്റ് ആയിട്ട് ദിവസമായിരുന്നു തുണി എടുത്തിട്ടുണ്ടായിരുന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലഞ്ച് ഡേറ്റിന്, അതായത് ഉച്ചയ്ക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒലിച്ചു പോകാത്ത, വേർത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാത്ത കൈൻഡ് ഓഫ് ഒരു മേക്കപ്പ് ലുക്കാണ്. 5 പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്നതും ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഓൾറെഡി ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തത്, എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തത്, ഹെയർ സ്റ്റൈൽ, എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഫേസ് വാഷും അതൊക്കെ വെച്ചിട്ട് നല്ലോണം വാഷ് ചെയ്ത് പിന്നെ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്ലോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. നല്ല ഒരു ബേസ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മേക്കപ്പും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും അത്ര കണ്ട് നല്ല നീറ്റായിട്ടും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടും ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മേക്കപ്പിലോട്ട് പോകാൻ പറ്റില്ല, കാര്യം ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെ മേക്കപ്പ് അങ്ങനെ കാണാനായിട്ട്. സോ എപ്പോഴും നല്ല ലൈറ്റായിട്ട് മേക്കപ്പ് ഉണ്ടാവണം, നമ്മുടെ സ്കിന്നുമായിട്ട് മേക്കപ്പ് ചേർന്ന പോലെ ഉണ്ടാവണമെങ്കിൽ നമ്മളിതുപോലെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ പ്രെപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ്, നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഭയങ്കര കട്ടിക്ക് ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല, കാര്യം ഉച്ച സമയത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒത്തിരി കൂടുതലായിട്ട് നമ്മൾ, അതുപോലെ തന്നെയാണ് ഈ കല്യാണങ്ങൾക്കും, നമ്മളിങ്ങനെ ഒത്തിരി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കും, നമ്മുടെ മുഖം മാത്രം ഇങ്ങനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ സൂര്യൻ്റെ ലൈറ്റും കൂടെ വരുമ്പോഴേക്കും നമ്മുടെ മുഖം ഭയങ്കര ഒരു വെളുത്ത മാതിരി ഇരിക്കും. പിന്നെ ചില ഫൗണ്ടേഷൻ ആണെങ്കിൽ ഓക്സിഡൈസ് ആയിട്ട് നമ്മുടെ ഈ ചുണ്ടിന് ചുറ്റുമൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഗ്രേ കളർ കൊണ്ടുവരും. സോ നമ്മൾ ഈ ഉച്ച സമയത്തൊക്കെയാണ് പുറത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട്, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് നമ്മുടെ സ്കിന്നുമായിട്ട് പെട്ടെന്ന് ചേർന്ന് പോകുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. സോ നമുക്ക് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഡ്രോപ്പ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഈവനിങ് ആണെങ്കിലും വീഡിയോയ്ക്ക് ആണെങ്കിലും 2 ഡ്രോപ്പൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ആകെ കൂടെ ഒരേ ഒരു ഡ്രോപ്പേ എടുക്കുന്നുള്ളൂ, കാരണം വെയിലത്ത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇതുണ്ടാവാതിരിക്കാനാണ്. പിന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിരിക്കണം. സോ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കണ്ണൊക്കെ നല്ല ഒരു ഡാർക്ക്നെസ് ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് തിളക്കമായിട്ടിരിക്കണം. അതിനാണ് ഇതുപോലെ ഇങ്ങനെ വി പോലെ കൊടുക്കുന്നത്. അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ ഞാൻ രാവിലെ കാജൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഡാർക്ക്നെസ് എന്തായാലും ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മളെ കണ്ണ് നല്ല രീതിയിൽ ചെയ്യണം, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സോ ഞാൻ കണ്ണിനവിടെ മാത്രം അങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ച്. ഇത് നമുക്ക് കൈവച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അവിടെ ഇതൊരു മാറ്റ് ഫിനിഷ് ഉള്ള ഫൗണ്ടേഷൻ ആണ്. സോ ഇത് നല്ല രീതിയിൽ അവിടെ ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അവിടെ ഉള്ള ഒരു ടയേർഡ്നെസ് ഒക്കെ മാറും. എന്തായാലും ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു വല്ലാത്തൊരു ഇതുണ്ടായിരിക്കും. സോ അതൊക്കെ മാറും. തികയാതെ വന്നതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചുകൂടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ ഒരു ഡ്രോപ്പ് പോലും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ഹാഫ് ഡ്രോപ്പ് അങ്ങനെ പറയാം, ഒരു കുഞ്ഞി ഡ്രോപ്പ് മാത്രമാണ് എടുത്തത്. ഓക്കെ, നമുക്ക് ആദ്യം ഫേസിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമുക്ക് കഴുത്തിലിട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ തുണി എടുത്ത് തയ്ച്ച ഒരു ചുരിദാറിൻ്റെ സെറ്റാണ്. പോത്തീസെന്നായിരുന്നു തുണി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് സാധാരണ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാനിവിടെ പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മമ്മിയുടെ കയ്യിൽ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. കാര്യം എനിക്ക് ആ സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രം. സോ നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ റാൻഡായിട്ട് ഫില്ല് ചെയ്ത്
എന്താ വെച്ചാൽ ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല. സോ എനിക്ക് അങ്ങനെ ഷേപ്പിലിപ്പോൾ വേണ്ട. എനിക്ക് ആ ഉള്ള ഐബ്രോസ് കുറച്ചൊന്ന് തിക്കായിട്ട് തോന്നിയാൽ മാത്രം മതി. സോ ആ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഐബ്രോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് നാച്ചുറലി നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്, നല്ല രീതിയിൽ ഇങ്ങനെ വരച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്കതങ്ങനെ ചെയ്യാനായിട്ട് തോന്നണില്ല. കാരണം എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടും ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുടിയുള്ളപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം കട്ടിക്കിരിക്കുന്നത് അതത്ര ഭംഗിയാവൂല. സോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ സമയത്ത് ഞാൻ നല്ലതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലി ആയിട്ടാണ് നമ്മുടെ സ്കിന്നുള്ളത്. സോ ഞാനിതൊന്ന് പൗഡർ വെച്ചൊന്ന് ചെറുതായിട്ട് പഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി പൗഡർ എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രം പൗഡർ എടുത്തിട്ട് നല്ല രീതിയിൽ ആ ഒരു ഓയിലിനെസ് ഉണ്ടാവുന്ന ഭാഗത്ത് മാത്രം. ഉച്ച സമയമാണല്ലോ, അപ്പം നല്ല രീതിയിൽ നമുക്ക് വിയർക്കും. പിന്നെ കട്ടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ വിയർത്തിട്ട് ഇവിടെ ഭയങ്കര വൈറ്റ് കളർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതുപോലെ കളറായിട്ടുള്ള, അതായത് നമ്മുടെ സ്കിന്നിന് ചേരുന്ന ടിൻറ്റഡ് ആയിട്ടുള്ള പൗഡർ വേണം യൂസ് ചെയ്യാനായിട്ട്. വൈറ്റ് പൗഡേഴ്സ് യൂസ് ചെയ്യരുത്, അത് ഭയങ്കര വൃത്തികേടായിരിക്കും. സോ നല്ല മീൻസ് നമുക്ക് കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള ലൂസ് പൗഡറോ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നുമായിട്ട് ചേർന്നിട്ടുണ്ടാവും. വേർത്താലും പെട്ടെന്ന് അത് അറിയില്ല. പക്ഷെ വൈറ്റ് ടാൽക്കം പൗഡർ യൂസ് ചെയ്യരുത്, അത് അങ്ങനെയല്ല, പെട്ടെന്ന് എടുത്ത് കാണിക്കും. സോ നമുക്ക് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ആ ഒരു ഓയിലിനെസ് ഒക്കെ ഒന്ന് മാറട്ടെ. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന് വീണ്ടും വേർത്തിട്ട് ഓയിലി ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ഉച്ച സമയത്ത്, പകൽ സമയത്ത് കല്യാണത്തിനൊക്കെ പോകുമ്പോഴുള്ള മേക്കപ്പ് നമ്മൾ കുറച്ചൊന്ന് പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ കണ്ണ് ഞാനൊന്നും ചെയ്യുന്നില്ല. മുന്നേ ഞാൻ എൻ്റെ മേക്കപ്പ് ഇല്ലാതെ അടിപൊളിയാവുന്ന, മീൻസ് മേക്കപ്പ് ഇട്ട പോലെ തോന്നും, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയതിൽ നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ച ഒരു ഹാക്കുണ്ട്. നമ്മുടെ കണ്ണ് നന്നായിട്ട് വിടർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ണിലിങ്ങനെ മസ്കാര ഇട്ടില്ലെങ്കിലും ഇങ്ങനെ കൺപീലി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് കേൾ ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മുടെ കണ്ണ് കുറച്ചിങ്ങനെ ആ ഒരു കൺപീലി ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് വിടർന്നിരിക്കും. സോ അത് തന്നെ മതി, നല്ല രസമാണ് കാണാനായിട്ട്. തന്നെ ആ ഒരു കൺപീലി ഇങ്ങനെ കേൾ ചെയ്ത് കൊടുത്തു, അത്രയും മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ ടിൻറ്റഡ് ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. സോ ഇത് തുടച്ച് കളഞ്ഞിട്ട് ശരിക്കും ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിട്ട് കൊടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ് സാധാരണ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ ബോണ്ട് വെച്ച് എനിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് തോന്നും, പിന്നെ ഭയങ്കര അൺകംഫർട്ടബിളായിട്ടും തോന്നും കേട്ടോ. എന്തോ നമ്മുടെ ചുണ്ടിലിരിക്കുന്ന മാതിരി തോന്നും ഈ ലിപ്സ്റ്റിക്കിന്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒത്തിരി ലൈറ്റ് വെയിറ്റ് അല്ല, കുറച്ച് കട്ടിയുള്ള സംഭവമാണ്. സോ ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് അത്രയും, ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്, പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല. എപ്പോഴും നമ്മൾ ഇവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ, ഈ കോർണേഴ്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവിടെ മാത്രമേ ലിപ്സ്റ്റിക് ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മുടെ നോർമൽ ലിപ്സ് ആയിരിക്കും, ഡാർക്ക് ആയിരിക്കും, നല്ല ഭംഗി ഉണ്ടാവില്ല. സോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല നീറ്റായിട്ട് മേക്കപ്പ് ചെയ്യും. നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. കുറച്ച് ലിപ്സ്റ്റിക് എടുത്തിട്ട് കയ്യിലാക്കി കൊടുക്കുക. ഡയറക്റ്റ് നമ്മുടെ കവിളിലാക്കരുത്. ഇതൊരു കോറൽ ഷെയ്ഡിൽ വരുന്ന ന്യൂഡാണ് കേട്ടോ. സോ ഇതെനിക്ക് നമ്മുടെ ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ ബ്ലഷ് ഇടുന്ന ഒരാളെ ആയിരുന്നില്ല, പക്ഷേ ഈ ഒരു കോറൽ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ബ്ലഷ് ഇടുന്നതിനോട് അത്ര കണ്ട് ഇഷ്ടമായി തുടങ്ങിയത്. പിന്നെ ഇവിടെയല്ലല്ലോ ഞാൻ ഇടുന്നത്, കുറച്ചിങ്ങോട്ട് കയറ്റിയിട്ടാണ്. സോ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു ചുവന്ന കളറ് താല്പര്യമില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി മാറിയിട്ട് ചെയ്ത് കൊടുക്കാം, നല്ല ഭംഗിയായിരിക്കും. നിങ്ങളുടെ ഫേസിൽ എന്താണോ ചേരുന്നത് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞു. ഇനി നമുക്ക് മുടി കെട്ടാം. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. സൈഡിൽ നിന്ന് വകുപ്പ് എടുത്തിട്ട് ലൂസ് ഹെയർ ആണ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് ഒരു സെക്ഷൻ മുടി മാത്രം, ഫ്രണ്ടിൽ കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലൂടെ ഇട്ടിട്ട് ബാക്കി വരുന്ന മുടി മാത്രം ഇങ്ങനെ എടുത്ത് ഇവിടെ ഒരു പാറ്റേൺ കിട്ടും, നല്ല ഭംഗിയാണ്, എൻട്രൺ കിട്ടും. സോ ഞാൻ അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കും സെപ്പറേറ്റ്. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ
പോത്തീസിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ. ഇതൊരു ചുരിദാറാണ്. ഇവിടെ കാണിക്കാം, ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് ഇവിടെ കാണിക്കാം. അപ്പോൾ ഇതിനോടൊപ്പം ഒരു ഷോളും കൂടെ ഉണ്ട്. പിന്നെ ഞാനിവിടെ ഈ ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഗോൾഡിൻ്റെ റിങ് തന്നെയാണ്, ഗോൾഡിൻ്റെ ചെയിൻ തന്നെയാണ് ഇടുന്നത്. സോ അത് ഞാൻ മാറ്റുന്നില്ല. സോ ഒരു ജുംക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കമ്മൽ കുറച്ച് വലുത് വേണമെന്ന് പറഞ്ഞിട്ട്, അത്രയും വലുതല്ല, ചെറിയൊരു ജുംക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റിങ് വന്നിട്ട് ഗോൾഡിൻ്റെ തന്നെ റിങ്സ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഗോൾഡിൻ്റെ തന്നെ സ്ട്രാപ്സ് വരുന്ന ഒരു വാച്ചാണ് ഇടുന്നത്. ഇതിന്റെ ദുപ്പട്ട അടിപൊളിയില്ല, നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. സോ ദിസ് ഇസ് ദ ലുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അവസാനം വരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.